സ്വാഭാവിക ജാമ്യം കിട്ടുന്നതിന് തകരാറൊന്നുമില്ല, കുറ്റപത്രം പതുക്കെ കൊടുത്താൽ മതിയെന്നൊക്കെ ഇന്നലെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതായിരിക്കും ആദ്യത്തെ ന്യായവാദമെന്നറിയാം. പക്ഷേ നോക്കൂ, ഈ ദൃശ്യങ്ങൾ, പോറ്റി ജയിൽ വിട്ടിറങ്ങുന്ന ദൃശ്യങ്ങൾ കേരളത്തിന് കൊടുക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ടിട്ട് ആ കവർച്ചയുടെ മുഖ്യപ്രതി കട്ട സ്വർണം എവിടേക്ക് പോയി എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുന്നതിന് മുമ്പ് പുറത്തിറങ്ങാണ്. അതിനെന്ത് സമാധാനം? ഇവിടെ ഒരു സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോടതി ഹൈക്കോടതിയാണ്. ആ ഹൈക്കോടതിയുടെ ഏറ്റവും വലിയ ബെഞ്ച് ഡിവിഷൻ ബെഞ്ചാണ്. പ്രത്യേകിച്ച് ഡിവിഷൻ ബെഞ്ചിൽ ദേവസ്വം മാറ്റർ കൈകാര്യം ചെയ്യുന്ന ബെഞ്ച് തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വയ്ക്കുന്നു. സീൽഡ് കവറിൽ ഓരോ 15 ദിവസം കൂടുമ്പോഴും റിപ്പോർട്ട് വിളിച്ചു വരുത്തുന്നു. അതുവരെ നടത്തിയ അന്വേഷണം പരിശോധിക്കുന്നു. അത് പരിശോധിച്ചതിൽ ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നു. കൂടുതൽ മേഖലകളിലേക്ക് അന്വേഷണം പോകുന്നു. അങ്ങനെ കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് നടത്തുന്നു. ആ മോണിറ്ററിംഗ് നടത്തിയ ബെഞ്ച് SITയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ഒരു പരാതിയും രേഖപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ സംതൃപ്തരാണ്, വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് എന്ന് തന്നെയാണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. അതേപോലെ തന്നെ മീഡിയ ട്രയലിലും മറ്റു തരത്തിലുള്ള സ്വാധീനത്തിലുമൊന്നും ഈ അന്വേഷണ സംഘം വഴിപ്പെടേണ്ടതില്ല എന്നും ഇപ്പൊ പോകുന്ന വഴിയിലൂടെ തന്നെ പോകാൻ പറയുന്നു. ഇന്നലെ പറഞ്ഞു, ശബരിമല കേസ് അന്വേഷിക്കുന്നത് പാർട്ടിക്കാരല്ല, അത് കോടതി നേരിട്ടാണ് എന്ന് പറയുന്നു. അതുപോലെ അതിന്റെ എല്ലാ അന്വേഷണങ്ങളും നിയന്ത്രിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഈ കോടതിയാണെന്ന് അസന്നിഗ്ധമായി പറയുന്നു. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇപ്പോൾ തീർത്തു തരാൻ പറ്റുന്ന കേസല്ല, കത്തിക്കുത്ത് പോലെ പെട്ടെന്ന് കുറ്റപത്രം കൊടുക്കാൻ പറ്റിയ കേസല്ല, അതീവ സങ്കീർണമാണ്, അതിന് വേണ്ട സമയമെടുക്കും, അത് മുഴുവൻ പേരെയും ശിക്ഷിക്കും എന്ന് കോടതി ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെ ഏറ്റവും വിശ്വാസയോഗ്യരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത്, അവർ അത് തെളിയിക്കുമെന്ന് വീണ്ടും ശക്തമായി തന്നെ കോടതി പറയുന്നു. 90 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യം ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് കൃത്യമായി എല്ലാ പ്രതികൾക്കും കിട്ടുന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലും കേസിന്റെ അന്വേഷണത്തെയോ മുന്നോട്ടുള്ള പോക്കിനെയോ അത് ബാധിക്കില്ല, കേസിനെ സ്വാധീനിക്കാനോ കഴിയില്ല എന്ന് പറയുന്നു. അതുപോലെ നല്ല രീതിയിൽ വളരെ വ്യക്തതയോടെ മുന്നോട്ട് പോകുന്ന ഒരു അന്വേഷണം CBI അടക്കമുള്ള മറ്റ് ഏജൻസികൾക്ക് കൊടുക്കേണ്ടതില്ലെന്നും പറയുന്നു. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചത് ഓരോ 15 ദിവസവും ഹൈക്കോടതി മുമ്പാകെ സീൽഡ് കവറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനോ അഭിലാഷോ അടക്കമുള്ള ആർക്കും മറ്റൊരാൾക്കും ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഘട്ടമുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. കാരണം അത് കോടതിക്കാണ് അറിയാവുന്നത്. അതുകൊണ്ട് കോടതി മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കുവാനുള്ള തെളിവുകളുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലും ആരും ഇതിൽ ബുദ്ധിമുട്ടേണ്ടതില്ല. അന്വേഷണ ഏജൻസി ധൈര്യമായി പൊയ്ക്കൊള്ളാൻ പറയുമ്പോൾ എന്തിനാണ് ആശങ്ക? ഒരു പ്രതിക്ക് ജാമ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കേസിൽ നിന്ന് വിടുതലല്ല, കണ്ടീഷണൽ ജാമ്യമാണ്. എല്ലാ ആഴ്ചയും വന്ന് ഒപ്പിടണം, ഇന്ത്യ വിട്ട് പോകാൻ പാടില്ല, പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുമ്പോഴൊക്കെ ഹാജരാകണം. ആ കണ്ടീഷണൽ ബെയിൽ ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ഒരു തരത്തിലും ബാധിക്കില്ല. പൂർണ്ണമായും ശബരിമലയുടെ നയാ പൈസ നഷ്ടപ്പെട്ട, സ്വർണ്ണ തളിക നഷ്ടപ്പെട്ട, സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ട എല്ലാ കേസിലും മാതൃകാപരമായി പ്രതികളെ ശിക്ഷിക്കും, 100% ഉറപ്പാണ്.